ഇന്ന് ഡിസംബർ 24 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഇതുൾപ്പെടെ 9 OTT അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ഇന്ന് OTT റിലീസ് ചെയ്ത പഞ്ചായത്ത് ചെട്ടി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമ മനോരമ മാക്സിലൂടെ ഇപ്പോഴത്തെ OTT റിലീസ് ആയിരിക്കുകയാണ്. നാളെ സിനിമ ഏഷ്യാനെറ്റ് ചാനലിൽ ടെലിവിഷൻ പ്രീമിയറിനായിട്ടും ഒരുങ്ങുന്നുണ്ട്. രണ്ടാമത്തേത് അടുത്തതായിട്ട് മനോരമ മാക്സിലൂടെ OTT റിലീസിന് ഒരുങ്ങുന്ന താനാര സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ദീപ്തി സതീഷ്, ഐൻഡോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ഈ ആഴ്ച ഡിസംബർ 27 OTT റിലീസ് ചെയ്യുകയാണ്. മനോരമ മാക്സിലും സിംപിളി സൗത്തിലും സിനിമ ലഭ്യമാകുന്നതാണ്. മൂന്നാമത്തേത് ഈ ആഴ്ച OTT റിലീസിന് ഒരുങ്ങുന്ന ജിയോയുടെ ഒരു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഡോക്ടേഴ്സ് എന്നാണ് സീരീസിന്റെ പേര്. ഡിസംബർ 27 സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. തമിഴിലെ സംവിധായകനും നടനുമായ RJ ബാലാജി നായകനായി എത്തിയ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണ് സ്വർഗവാസൽ. സിനിമയും ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഡിസംബർ 27 ആയിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. തമിഴിന് പുറമെ കൂടുതൽ ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന നെറ്റ്ഫ്ലിക്സിന്റെ വലിയ സീരീസുകളിൽ ഒന്നായ സ്ക്വിഡ് ഗെയിമിന്റെ രണ്ടാമത്തെ സീസൺ അപ്ഡേറ്റ് ആണ്. ഡിസംബർ 26 മറ്റന്നാള് സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ത്യൻ ഭാഷകളിലടക്കം OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊറിയൻ ചിത്രം ദി റൗണ്ട് അപ്പ് പണിഷ്മെന്റ് എന്ന സിനിമ ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. കൊറിയൻ ഭാഷയ്ക്ക് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. അന്ധാധുൻ എന്ന ഹിന്ദി സിനിമയുടെ റീമേക്ക് ആണല്ലോ തമിഴിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ അന്താഗൻ. ചിത്രം ഇപ്പോഴത്തെ OTT റിലീസിനായിട്ടിറങ്ങുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ചിടുപതിപ്പ് ലീക്കാക്കപ്പെട്ട സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ജനുവരിയോടെ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. 10 ദിവസങ്ങൾക്ക് മുന്നേ തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ സിദ്ധാർത്ഥ നായകനെ എത്തിയ സിനിമയാണ് മിസ് യു. സിനിമയുടെ ചിടുപതിപ്പ് ഇപ്പോഴത്തെ പല തമിഴ് സിനിമകളുടെ ലീക്കാക്കപ്പെടുന്ന അതേ രീതിയിൽ ലീക്കാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമ ജനുവരി മാസം OTT റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് നവംബറിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമ യാം കാതലൻ അപ്ഡേറ്റ് ആണ്. നെസ്ലൻ നായകനെ എത്തി തിയേറ്ററുകളിലേക്ക് എത്തിയ ആവറേജ് വിജയം നേടിയെടുത്ത അയാം കാതലന്റെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കമ്മിങ് സൂൺ പോസ്റ്റർ വന്നു കഴിഞ്ഞ സിനിമയുടെ OTT റിലീസ് താനാര എന്ന സിനിമയ്ക്ക് ശേഷം പ്രതീക്ഷിക്കുന്നു. ന്യൂ ഇയർ പ്രമാണിച്ച് അടുത്ത ആഴ്ചയാണ് നിലവിലെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നത്. ഒഫീഷ്യൽ OTT പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. കാത്തിരിക്കാം കാതലൻ OTT റിലീസിനായിട്ട്.